ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് തൊട്ടു മുമ്പുള്ള വെള്ളിയെ ദുഃഖ വെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച, അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കാൽവറി മലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും, പോളണ്ട് സഭ, യവന സഭ, സുറിയാനി സഭ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ വലിയ വെള്ളിയാഴ്ച എന്നും വിളിക്കുന്നു. കേരളത്തിലെ സുറിയാനി സഭകൾ ഹാശ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ ഈ വെള്ളിയാഴ്ചയെ ഹാശ വെള്ളി എന്നും പരാമർശിക്കാറുണ്ട്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളി. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞാണ് ഈസ്റ്റർ. യേശുദേവൻ മരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രത്യേക പ്രാർത്ഥനകളും ആരാധനയും ദേവാലയങ്ങളിൽ ഉണ്ടാകും. പീഡാനുഭവ വായന, കുർബാന സ്വീകരണം, കുരിശിന്റെ വഴി, പരിഹാര പ്രദർശനം എന്നിവയാണ് പള്ളിയിൽ നടക്കുക. ഈ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കില്ല. യേശുവിന്റെ പീഡാനുഭവ വഴിയിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് കുരിശിന്റെ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കുരിശിന്റെ വഴിയായി തീരുമാനിക്കുന്ന പാതയിൽ 14 കേന്ദ്രങ്ങൾ കുരിശുകൾ സ്ഥാപിക്കുകയും 14 ഭാഗങ്ങളായുള്ള പ്രാർത്ഥനകൾ ചൊല്ലി കുരിശിന്റെ വഴി പൂർത്തിയാക്കുകയും ചെയ്യും. കയ്പുനീര് യേശുദേവൻ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാൽഗോത്ത മലയുടെ മുകളിൽ വരെ കുരിശു വഹിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ് ഇതിലൂടെ അനുസ്മരിക്കുന്നത്. ക്രൂശിതനായ യേശുവിന് കുടിക്കുവാൻ പുളിച്ച വീഞ്ഞ് നൽകിയതിന്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ കയ്പുവെള്ളം കുടിക്കുന്ന പതിവുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമായി ജനങ്ങൾക്ക് കയ്പുനീര് നൽകും.